കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ധന്യനാമത്തിൽ നിങ്ങൾക്കേവർക്കും എൻ്റെ എളിയ സ്നേഹവന്ദനം. യേശുക്രിസ്തു ജീവിക്കുന്നു. യേശുക്രിസ്തു നമ്മെ ഏവരെയും സ്നേഹിക്കുന്നു. ഇതൊരു നിത്യസത്യമാണ്. എൻ്റെ ഹൃദയത്തിൽ എൻ്റെ കർത്താവ് സന്തോഷവും സമാധാനവും, എൻ്റെ ഹൃദയത്തിൽ സംതൃപ്തിയും, എൻ്റെ ഹൃദയത്തിൽ അനേകം ആകുല ചിന്തകളൊന്നും വരാതെ കർത്താവ് കാക്കുകയും ചെയ്യുന്നതിൻ്റെ പിന്നിലുള്ള ഒരു സത്യം ഞാൻ നിങ്ങളോട് അറിയിക്കട്ടെ. എൻ്റെ യേശു ജീവിക്കുന്നുവെന്നും എൻ്റെ യേശു എന്നെ സ്നേഹിക്കുന്നു എന്നുള്ള ആ സത്യം, മാറ്റമില്ലാത്ത സത്യം ഞാൻ അറിയുന്നു, ഞാൻ അനുഭവിക്കുന്നു. അതൊരു നിത്യസത്യമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. നിങ്ങൾ ഈ ഒരു സത്യം വിശ്വസിച്ചാൽ നമ്മുടെ കുറവുകളിലേക്കോ പോരായ്മകളിലേക്കോ രോഗങ്ങളിലേക്കോ കടബാധ്യതകളിലേക്കോ ഞെരുക്കങ്ങളിലേക്കോ പ്രതിസന്ധികളിലേക്കോ അല്ല നിങ്ങൾ നോക്കേണ്ടത്. നിങ്ങളെ സ്നേഹിക്കുന്ന യേശുവിൻ്റെ മുഖത്തേക്ക് നോക്കണം. അതുകൊണ്ടാണ് സങ്കീർത്തനക്കാരൻ പറഞ്ഞത്, അവങ്കലേക്ക് നോക്കിയവർ പ്രകാശിതരായി. ആരെല്ലാം ക്രിസ്തുവിലേക്ക് നോക്കിയോ അവരുടെ മുഖത്ത് പ്രകാശം വന്നു. അവരുടെ മുഖം ലജ്ജിച്ചു പോയതുമില്ല. ലജ്ജാകരമായ കാര്യങ്ങൾ, ലജ്ജ കൊണ്ടുവരുവാൻ തക്കതായ കാര്യങ്ങളാണ് പിശാച് കൊണ്ടുവന്നതെങ്കിലും യേശുവിൻ്റെ മുഖത്തേക്ക് നോക്കിയാൽ, ആ പ്രശ്നങ്ങളിലേക്ക് നോക്കാതെ, ആ രോഗങ്ങളിലേക്ക് നോക്കാതെ, ആ കടബാധ്യതകളിലേക്ക് നോക്കാതെ, ആ വലിയ പ്രതിസന്ധികളിലേക്ക് നോക്കാതെ ക്രിസ്തുവിലേക്ക് നോക്കിയാൽ, യേശുക്രിസ്തുവിലേക്ക് നോക്കിയാൽ നിങ്ങളുടെ നിന്ദ മാറും, നിങ്ങളുടെ ലജ്ജ മാറും, നിങ്ങളുടെ പ്രതിസന്ധികൾ മാറും. നിങ്ങളുടെ മുഖത്തെ നിന്ദ മാറ്റി കർത്താവ് ആനന്ദം തരും. ഹല്ലേലൂയ. കർത്താവ് എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. 1912 ഓഗസ്റ്റ് 12 ടൈറ്റാനിക് എന്ന ആ വലിയ ആഡംബര കപ്പൽ ലണ്ടനിലുള്ള സൗത്താംപ്ടൺ എന്ന തുറമുഖത്ത് നിന്നും ന്യൂയോർക്കിനെ ലക്ഷ്യമാക്കി യാത്ര പുറപ്പെട്ടു. വലിയ ആഡംബര കപ്പലായിരുന്നു ടൈറ്റാനിക്. അതുവരെ ഉണ്ടാക്കത്തിൽ വെച്ച് ഏറ്റവും വലുതും ഏറ്റവും സൗകര്യങ്ങളുള്ളതുമായ വളരെ ഉറപ്പുള്ളതായ ഒരു കപ്പൽ. ആ കപ്പലിൻ്റെ ക്യാപ്റ്റൻ സ്മിത്ത് എന്ന് പറയുന്ന ഒരാളായിരുന്നു. യാത്ര പുറപ്പെട്ടതിൻ്റെ 2ാമത്തെ ദിവസം അദ്ദേഹം ആ കപ്പലിൽ യാത്ര ചെയ്ത ആയിരക്കണക്കിന് പേർക്ക് വലിയൊരു ഡിന്നർ നടത്തി. അവിടെ ഡിന്നർ ഹാളുകളും ഹോട്ടൽ സൗകര്യങ്ങളും 5 സ്റ്റാർ ഫെസിലിറ്റികളും, അങ്ങനെ ലോകം കണ്ടതിൽ വെച്ച എല്ലാവിധ ആഡംബരങ്ങളും സുഖങ്ങളും എല്ലാമുള്ള ഒരു ആഡംബര കപ്പലായിരുന്നു ടൈറ്റാനിക്. നിങ്ങൾക്കറിയാമല്ലോ. ന്യൂയോർക്കിനെ ലക്ഷ്യമാക്കിയിട്ടാണ് ലണ്ടനിൽ നിന്നും യാത്ര പുറപ്പെട്ടത്. എന്നാൽ പെട്ടെന്നാണ് കാര്യങ്ങളെല്ലാം തിരിഞ്ഞത്. അന്ന് ആ ഡിന്നർ നടക്കുമ്പോൾ ആ സ്മിത്ത് എന്ന് പറഞ്ഞ ക്യാപ്റ്റൻ പറഞ്ഞു, ദൈവത്തിന് പോലും നമ്മെ തോൽപ്പിക്കാൻ കഴിയുകയില്ല. നിങ്ങൾ ആനന്ദിച്ച് രസിക്കൂ, തിന്നുകുടിച്ച് ആനന്ദിക്കൂ. അങ്ങനെയുള്ള ആഹ്വാനം കൊടുത്ത് സ്മിത്ത് ക്യാപ്റ്റൻ ജനത്തെ ഉത്സാഹിപ്പിച്ചു. എന്നാൽ പെട്ടെന്നാണ് കാര്യങ്ങൾ തിരിഞ്ഞത്. കാലിഫോർണിയയിൽ നിന്നും ഒരു വയർലെസ് സന്ദേശം ഈ ക്യാപ്റ്റൻ ലഭിച്ചു. ഉത്തര ധ്രുവത്തിൽ നിന്നും ഒരു വലിയ മഞ്ഞുകെട്ട അറ്റ്ലാന്റിക്കിന്റെ അടിയിലൂടെ ഇങ്ങനെ സഞ്ചരിക്കുന്നുണ്ട്. ബി വെരി കെയർ. പക്ഷേ ഈ സ്മിത്ത് എന്ന് പറയുന്ന ക്യാപ്റ്റൻ അത് പുച്ഛിച്ചു തള്ളി. കാരണം ഏത് ശക്തിയെ, ദൈവത്തെ പോലും തോൽപ്പിക്കാമെന്നാണ് അവർ ചിന്തിച്ചത്. പക്ഷെ പെട്ടെന്നാണ് എല്ലാം മാറി മറിഞ്ഞത്. ആ വലിയൊരു ഐസ്ബർഗ്, ഒരു വലിയ മഞ്ഞുകെട്ട വന്ന് അറ്റ്ലാന്റിക്കിൽ ഇവിടെ യാത്ര ചെയ്തുകൊണ്ടിരുന്ന ടൈറ്റാനിക് കപ്പലിനെ ആഞ്ഞിടിച്ചു. കപ്പൽ 2ആയി പിളർന്നു. പ്രിയപ്പെട്ടവരെ, ആ കപ്പൽ പയ്യെ മുങ്ങി തുടങ്ങിയപ്പോൾ ആ ക്യാപ്റ്റൻ പറഞ്ഞു, മരണത്തിൽ നിന്ന് വേഗം രക്ഷപ്പെട്ടുള്ളൂ എന്ന്. പക്ഷേ അത്രയും സ്ട്രോങ് ആയിരുന്ന ആ ടൈറ്റാനിക് കപ്പലിൽ ഒരുപിടി ലൈഫ് ബോട്ടുകൾ ഉണ്ടായിരുന്നില്ല. ഏതാനും ലൈഫ് ബോട്ടുകൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. കുറേ സ്ത്രീകളും കുഞ്ഞുങ്ങളും ഏതാനും പേരും മാത്രം രക്ഷപ്പെടാനിടയായി. ആ സ്മിത്ത് ഉൾപ്പെടെ അറ്റ്ലാന്റിക്കിന്റെ അടിയിലേക്ക് അവർ മാറ്റപ്പെട്ടു. പ്രിയപ്പെട്ടവരെ, ജീവിതത്തിൽ ക്രിസ്തുവില്ലാത്ത യാത്ര അപകടമാണ്. ദൈവാശ്രയമില്ലാത്ത യാത്ര അപകടമാണ്.
ദൈവത്തോടു കൂടെയല്ലാത്ത യാത്ര അപകടമാണ്. അഹങ്കാരത്തോടുള്ള യാത്ര അപകടമാണ്. സ്വയത്തിൽ ആശ്രയിച്ചു പോകുന്നത് അപകടമാണ്. ദൈവത്തിൽ ആശ്രയിക്കുക. നമ്മുടെ ജീവിതപ്പടകിൽ ക്രിസ്തു വരിക. അതാണ് ഏറ്റവും സേഫസ്റ്റ് ലൈഫ്. ദൈവത്തിന് സ്തോത്രം. മകനെ, പ്രിയ സഹോദര, കോടിക്കണക്കിന് രൂപ ബാങ്ക് ബാലൻസ് ഉണ്ടെങ്കിലും നമുക്ക് സേഫ്റ്റി ഫീൽ ചെയ്യില്ല, നമുക്ക് സുരക്ഷിതത്വം ഫീൽ ചെയ്യില്ല. കാരണം അത് എപ്പോൾ വേണമെങ്കിലും പോകാം. എത്ര ആരോഗ്യമുണ്ടെന്ന് പറഞ്ഞാലും നമുക്ക് ഏത് നിമിഷം വേണമെങ്കിലും മരണം നമ്മെ വന്ന് പിടികൂടാം. ഞാൻ വളരെ സ്നേഹിക്കുന്ന ഒരു കുടുംബത്തിൽ കഴിഞ്ഞ ദിവസം 50 വയസ്സ് കഴിഞ്ഞേ ഉള്ളൂ ഒരു കണ്ടാൽ നല്ല യൗവനക്കാരനായിരിക്കുന്ന ഒരു സഹോദരന് വലിയ ഒരു ആപത്ത് വന്നു. കുറച്ച് ദിവസം മുമ്പ് ഹാർട്ടിന് ചില പ്രയാസങ്ങളായി അദ്ദേഹം ഹോസ്പിറ്റലിൽ അഡ്മിറ്റഡ് ആയിരുന്നു. ആൻജിയോഗ്രാമും ആൻജിയോപ്ലാസ്റ്റി എല്ലാം ചെയ്യണമെന്ന് ഡോക്ടേഴ്സ് നിർദ്ദേശിച്ചു. അതിനുവേണ്ടി വെയിറ്റ് ചെയ്യുകയായിരുന്നു. പക്ഷേ ചെറിയ പനി ഉണ്ടായിരുന്നുകൊണ്ട് അത് നടന്നില്ല. എന്നാൽ ആ ഹോസ്പിറ്റലിൽ വെച്ച് കഴിഞ്ഞ ദിവസം അതേ ഹോസ്പിറ്റലിൽ വെച്ച് അദ്ദേഹം ഈ ഭൂമിയിൽ നിന്ന് മാറ്റപ്പെട്ടു. പ്രിയപ്പെട്ടവരെ, ഹോസ്പിറ്റലിലാണ് നാം കിടക്കുന്നു എന്നുള്ളത് കൊണ്ട് നമ്മുടെ ജീവിതത്തിന് സേഫ്റ്റി ഉണ്ടാകണമെന്നില്ല. നാം ICU യൂണിറ്റിലോ വെന്റിലേറ്ററിലോ ആണ് കിടക്കുന്നുള്ളത് കൊണ്ട് എത്ര പ്രഗത്ഭനായ ഡോക്ടർ നമ്മെ ചികിത്സിക്കുന്നു എന്നുള്ളതുകൊണ്ടും നമ്മുടെ ജീവിതത്തിൽ സേഫ്റ്റി ലഭിക്കണമെന്നില്ല, സുരക്ഷിത ലഭിക്കണമെന്നില്ല. എന്നാൽ നമ്മുടെ ജീവിതത്തിൽ യേശു ഉണ്ടെങ്കിൽ, നമ്മുടെ ജീവിതപ്പടകിൽ യേശു ഉണ്ടെങ്കിൽ അത് സുരക്ഷിതമാണ്. ഹല്ലേലൂയ. ലൂക്കോസിന്റെ സുവിശേഷം 5-ാം അധ്യായത്തിൽ അതിന്റെ 3-ാമത്തെ വാക്യം വായിക്കുമ്പോൾ ആ പടകുകളിൽ ശീമോനുള്ളതായി ഒന്നിൽ യേശു കയറി. നമ്മുടെ ജീവിതപ്പടകിൽ യേശു കയറണം. ഞാൻ ചോദിക്കട്ടെ, നിങ്ങളുടെ ജീവിതപ്പടകിൽ യേശു ഉണ്ടോ? യേശു ഉണ്ടെങ്കിൽ ഏത് ഐസ്ബർഗ് പോലെയുള്ള വലിയ മഞ്ഞുകെട്ട പോലെയുള്ള പ്രതിസന്ധികൾ നിങ്ങളുടെ ജീവിതത്തിൽ വന്ന് ആഞ്ഞടിച്ചാലും നിങ്ങൾ തകരുകയില്ല, നിങ്ങൾ തകർന്നു പോകുകയില്ല. കാരണം അത്യുന്നതൻ നിങ്ങളുടെ പടകിലുണ്ടെങ്കിൽ. ഹല്ലേലൂയ. ദൈവനാമം മഹത്വപ്പെടട്ടെ. നിങ്ങൾക്കറിയാമോ, വിദ്യാഭ്യാസമില്ലാത്ത, വലിയ ബാങ്ക് ബാലൻസ് ഇല്ലാത്ത, വലിയ ജീവിതത്തിൽ അഭിമാനിക്കാൻ ലോകപ്രകാരം ഒന്നുമില്ലാത്ത അനേകം പാവപ്പെട്ട ദൈവമക്കൾ എന്തുകൊണ്ടാണ് സമാധാനത്തോടെ കഴിയുന്നത്, മുഖത്ത് പുഞ്ചിരിയുമായി കഴിയുന്നത്, നാവിൽ സ്തുതിയുമായി കഴിയുന്നത്? കയ്യിൽ ബൈബിളും പിടിച്ച് മാറത്ത് ബൈബിൾ അടക്കി പിടിച്ചുകൊണ്ട് എതിർപ്പിന്റെ മധ്യത്തിൽ അവർ യേശുവിനെ സാക്ഷിക്കുന്നത് എന്തുകൊണ്ടാണ്? വിദേശത്ത് നിന്ന് ഡോളർ വന്നിട്ടല്ല, വിദേശ പണം കണ്ടിട്ടല്ല. ഹല്ലേലൂയ. അവരുടെ ഉള്ളിൽ, അവരുടെ ജീവിതത്തിൽ യേശു ഉണ്ടെന്നുള്ള ഉറപ്പാണ് അവർക്ക് ധൈര്യമായി യേശുവിനെ സാക്ഷിപ്പാനും യേശുവിനെ സുവിശേഷം അറിയിപ്പാനും ഇടയാക്കിക്കൊണ്ടിരിക്കുന്നത്. എൻ്റെ പ്രിയ സഹോദരി സഹോദരങ്ങളെ, ഞാൻ എളിമയോട് ചോദിക്കട്ടെ, പത്രോസിൻ്റെ പടകിൽ വന്ന യേശു നിങ്ങളുടെ പടകിലുണ്ടോ? ജീവിതപ്പടകിൽ യേശു ഉണ്ടോ? എൻ പടകിൽ യേശു ഉണ്ടെന്ന് പറയുവാൻ നമുക്ക് ധൈര്യം വേണം. അതാണ് ഒരു മനുഷ്യൻ ലഭിക്കാവുന്ന ഏറ്റവും വലിയ ഭാഗ്യം. കോടികൾ ബാങ്കിലിടുന്നതല്ല, ഒരു രൂപ പോലും കടമില്ലാതെ ഈ ഭൂമിയിൽ ജീവിക്കുന്നതല്ല, ഒരു പ്രശ്നവുമില്ലാതെ, ഒരു രോഗവുമില്ലാതെ ഈ ഭൂമിയിൽ ജീവിക്കുന്നതുമല്ല. അതൊന്നുമല്ല പ്രിയരെ ഭാഗ്യം. യഥാർത്ഥ ഭാഗ്യം യേശുക്രിസ്തു, അഖിലാണ്ടത്തിൻ്റെ ഉടയവൻ, നമ്മുടെ ഈ കൊച്ചു ചങ്കിൽ വന്ന് വാഴുന്നതാണ്. ഹല്ലേലൂയ. അഖിലാണ്ടത്തിൻ്റെ ഉടയവൻ നമ്മുടെ ജീവിതപ്പടകിൽ വന്ന് കാൽ കുത്തുന്നതാണ്. അഖിലാണ്ടത്തിൻ്റെ ഉടയവൻ നമ്മുടെ ഈ കൊച്ചു ജീവിതത്തെ നയിക്കുന്നതാണ്. എൻ്റെ പ്രിയരെ, എൻ്റെ യേശു ഈ പാവപ്പെട്ട അടിയനോട് കൂടെ ഇരിക്കുന്നതും, അടിയൻ്റെ ജീവിതപ്പടകിൽ യേശു ഇരിക്കുന്നതും, യേശു ആ പടകിൽ കാൽവയ്ക്കുന്നതും ഞാൻ ദൈനംദിനം അനുഭവിക്കുന്നു. എൻ്റെ വ്യക്തിപരമായ ജീവിതത്തിൽ, കുടുംബജീവിതത്തിൽ, ഔദ്യോഗിക ജീവിതത്തിൽ, ദൈവവേലയോടുള്ള ബന്ധത്തിൽ, കൂട്ടായ്മ ബന്ധത്തിൽ ഞാൻ അനുഭവിക്കുന്ന ഒരു സത്യമാണ്. അതുകൊണ്ട് എനിക്ക് സന്തോഷമുണ്ട്. ഒരു പ്രശ്നങ്ങളും ഇല്ലാഞ്ഞിട്ടല്ല ഞാൻ സന്തോഷിക്കുന്നത്. പ്രശ്നങ്ങളൊക്കെ ധാരാളമുണ്ട്. പ്രശ്നങ്ങളുടെ വഴിക്ക് പൊക്കുള്ളൂ. ഞാൻ എൻ്റെ യേശുവിൻ്റെ പിന്നാലെ പോകും. അതാണ് എൻ്റെ സമർപ്പണം. പ്രശ്നങ്ങളുടെ പിന്നാലെ പോകട്ടെ, അത് അതിൻ്റെ വഴിക്ക് പോകട്ടെ. ഞാൻ പോകുന്നത് എൻ്റെ യേശുവിൻ്റെ പാതയിലൂടെ, എൻ്റെ യേശു കാണിച്ചെന്ന പാതയിലൂടെ, യേശുവിനെ പ്രസാദിപ്പിച്ചുകൊണ്ട് ഞാൻ പോകും. ഇതായിരിക്കട്ടെ നിങ്ങളുടെ ഈ സമർപ്പണം. അങ്ങനെയെങ്കിൽ ഇന്ന് നിരാശപ്പെട്ടിരിക്കുന്ന നിങ്ങളുടെ ജീവിതം മാറും. മ്ലാനമായിരിക്കുന്ന നിങ്ങളുടെ മുഖം തെളിയും. സങ്കടപ്പെട്ട് വലിയ കെടുതി വന്നതുപോലെ ഞാൻ എന്ത് ചെയ്യേണ്ടെന്ന് ഓർത്ത് നിരാശപ്പെട്ടിരിക്കുന്ന നിങ്ങളുടെ ജീവിതം പുഷ്പിക്കും പ്രിയരെ. എന്നും ഇലവൊഴിയുന്ന കാലമല്ല, തളിരണിയുന്ന കാലം വരാൻ പോകുന്നു.
ദൈവത്തിന് സ്തോത്രം. മരുഭൂമിയും വരണ്ട നിലവും ആനന്ദിക്കും. നിർജ്ജന പ്രദേശം ഉല്ലസിച്ച് പനിനീർ പുഷ്പം പോലെ പൂക്കും. അത് മനോഹരമായി പൂത്ത് ഉല്ലാസത്തോടും ഘോഷത്തോടും കൂടെ ഉല്ലസിക്കും. ലെബാനോന്റെ മഹത്വവും കർമ്മേലിന്റെയും ഷാരോന്റെയും ശോഭയും അതിന് കൊടുക്കപ്പെടും. ഹല്ലേലൂയ. മാറ്റം വരും. നിങ്ങൾ വിശ്വസിക്കുക. എൻ്റെ ജീവിതം മാറും, എൻ്റെ സ്ഥിതി മാറും, എൻ്റെ സ്വഭാവം മാറും, എൻ്റെ ഭർത്താവിൻ്റെ മദ്യപാനം മാറും, എൻ്റെ കുടുംബത്തിൻ്റെ ഇന്നത്തെ അവസ്ഥ മാറും, എൻ്റെ കടബാധ്യത മാറും, എൻ്റെ രോഗം മാറും. നിങ്ങൾ പോസിറ്റീവായി പറയൂ, പോസിറ്റീവായി ചിന്തിക്കൂ. എൻ്റെ യേശു മാറ്റും. ഹല്ലേലൂയ. അങ്ങനെ യേശു ആകുന്ന ആ അരുമനാഥൻ, യേശു ആകുന്ന സർവശക്തൻ, ആ യേശു ക്രിസ്തു നമ്മുടെ പടയിൽ വന്നാൽ എല്ലാം ശാന്തമാകും. പ്രിയപ്പെട്ടവരെ, നമുക്ക് ഈ യേശുവിനെ നമ്മുടെ ജീവിത പടകിലേക്കൊന്ന് ക്ഷണിക്കാം. നിങ്ങൾ ഇതുവരെയും യേശുവിന് വേണ്ടി ജീവിതം വേർതിരിക്കാത്തവരാരെങ്കിലും ഈ വാക്കുകളെ കേൾക്കുന്നുണ്ടെങ്കിൽ ഇപ്പോൾ നിങ്ങൾ തലകളെ വണക്കി കണ്ണുകളെ അടച്ചുകൊണ്ട്, നാഥ, അഖിലാണ്ടത്തിൻ്റെ ഉടയവനായ യേശുവേ, അവിടുന്ന് എൻ്റെ ജീവിത പടകിലേക്ക് കാലെടുത്ത് വരണമേ, കാലെടുത്ത് വെച്ച് വരണമേ. എൻ്റെ ജീവിതത്തെ അവിടെ നയിക്കണമേ, എൻ്റെ ജീവിതത്തെ നിയന്ത്രിക്കണമേ. എൻ്റെ രോഗങ്ങളും എൻ്റെ പ്രതിസന്ധികളും എൻ്റെ ദുഃഖങ്ങളും മാറ്റി എൻ്റെ മേൽ അവിടുത്തെ സ്വർഗീയ സമാധാനം പകരണമേ. ഞാനിത് അങ്ങേക്ക് വേണ്ടി എൻ്റെ ജീവിതം വേർതിരിക്കുന്നു. കൊടുക്കൂ ജീവിതം യേശുവിൻ്റെ കരങ്ങളിലേക്ക്. യേശു നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. യേശുവിൻ നാമത്തിൽ തന്നെ, ആമേൻ. പ്രിയ സഹോദരി സഹോദരങ്ങളെ, നിങ്ങൾക്ക് പ്രാർത്ഥനാ വിഷയങ്ങളോ ഏതെങ്കിലും പ്രാർത്ഥനാ സഹായങ്ങളോ ഏതെങ്കിലും പ്രാർത്ഥനാ വിഷയങ്ങൾ ഷെയർ ചെയ്യാനോ ഉണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ ഞങ്ങളുമായി കോൺടാക്റ്റ് ചെയ്യുക. ഞങ്ങളുടെ പ്രെയർ ടീം, പ്രെയർ വാരിയേഴ്സ് ടീം നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും. ഞങ്ങളുടെ പ്രെയർ ഡെസ്കിലുള്ളവർ നിങ്ങളുമായി ബന്ധപ്പെടും. അങ്ങനെ നിങ്ങളുടെ ആവശ്യങ്ങൾ ദൈവസന്നിധിയിൽ ഞങ്ങളും ചേർന്ന് നമുക്ക് ഒരുമിച്ച് സ്തോത്രത്തോടെ ദൈവസന്നിധിയിൽ അറിയിക്കാൻ അവസരമുണ്ട്. നിങ്ങളത് പ്രയോജനപ്പെടുത്തുക. കർത്താവ് എല്ലാവരെയും നിറപടിയായി അനുഗ്രഹിക്കട്ടെ. സ്തോത്രം.